ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പഠിപ്പിക്കുന്നത് എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ നാം മനസ്സിലാക്കി. കഴിഞ്ഞ 3 വീഡിയോകളിലായി 5 പദ്ധതികൾ നാം കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നാം പഠിക്കുന്നത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് നടപ്പിലാക്കിയ റോളിംഗ് പ്ലാൻ അത് മുതൽ ഉള്ള പഞ്ചവത്സര പദ്ധതികളാണ്. 1978 ആരംഭിച്ച റോളിംഗ് പ്ലാൻ, അതായത് മൊറാർജി ദേശായി ഗവൺമെന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭയായ മൊറാർജി ദേശായി ഗവൺമെന്റ് അവതരിപ്പിച്ച റോളിംഗ് പ്ലാനിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ 5 ഇയർ പ്ലാൻസിന് ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് റോളിംഗ് പ്ലാൻ എന്ന വാർഷിക പദ്ധതി. റോളിംഗ് പ്ലാൻ. ഇപ്പോൾ ചോദ്യമുണ്ട്, റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും, അത് മൊറാർജി ദേശായി. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1978 78 മുതൽ 80 വരെയായിരുന്നു റോളിംഗ് പ്ലാന്റെ കാലാവധി. റോളിംഗ് പ്ലാന്റെ കാലാവധി ചോദിച്ചാൽ അത് 1978 മുതൽ 80 വരെയായിരുന്നു. അപ്പോൾ ഇനി ചോദിക്കാം, റോളിംഗ് പ്ലാന്റെ ലക്ഷ്യം, വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് റോളിംഗ് പ്ലാൻ? അപ്പോൾ ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഒബ്ജക്റ്റീവ് ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച. ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് റോളിംഗ് പ്ലാന്റെ ലക്ഷ്യം. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ഏതാണ്? അങ്ങനെ ചോദ്യം PSCക്കുണ്ട്. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ഏതാണ്? ദ നോവൽ വിച്ച് ഗീവ്സ് ദ ക്ലിയർ ഐഡിയ അബൌട്ട് റോളിംഗ് പ്ലാൻ. അതിന്റെ ഉത്തരം നമുക്കറിയാം, ഏഷ്യൻ ഡ്രാമ എന്നാണ്. ഏഷ്യൻ ഡ്രാമ. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ഏതാണ്? ദ നോവൽ വിച്ച് ഗീവ്സ് ക്ലിയർ ഐഡിയ അബൌട്ട് റോളിംഗ് പ്ലാൻ, ഏഷ്യൻ ഡ്രാമ. ഇനി ഒരു ചോദ്യമുണ്ട്, ഈ ഏഷ്യൻ ഡ്രാമ എഴുതിയ വ്യക്തി ആരാണ്? ഏഷ്യൻ ഡ്രാമ റിട്ടൺ ബൈ. ഏഷ്യൻ ഡ്രാമ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗുന്നർ മിർദയാൽ. റോളിംഗ് പ്ലാൻ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഗുന്നർ മിർദയാൽ. അപ്പോൾ നമുക്കറിയാം, റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവലാണ് ഏഷ്യൻ ഡ്രാമ. അത് എഴുതിയ വ്യക്തിയാണ് ഗുന്നർ മിർദയാൽ. എങ്കിൽ റോളിംഗ് പ്ലാന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരായിരിക്കുമെന്ന ഉത്തരം കൃത്യമായി നിങ്ങൾക്കറിയാം, അത് ഗുന്നർ മിർദയാൽ തന്നെയായിരിക്കും. അപ്പോൾ റോളിംഗ് പ്ലാന്റെ പിതാവ്, ഹു ഈസ് ദ ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃത്യമായി നമുക്ക് എഴുതാം, അത് ഗുന്നർ മിർദയാൽ തന്നെയാണ്. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഗുന്നർ മിർദയാൽ. ഇനി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഹു ഈസ് ദ ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റോളിംഗ് പ്ലാന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് അതൊരു ഉത്തരം മാറ്റമുണ്ട്, അത് മൊറാർജി ദേശായി ആണ് ഇന്ത്യയിലെ റോളിംഗ് പ്ലാന്റെ പിതാവ്. മൊറാർജി ദേശായി. അറിയാം, ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇൻ ഇന്ത്യ ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൊറാർജി ദേശായി. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. റോളിംഗ് പ്ലാനെ കുറിച്ചുള്ള കാര്യങ്ങൾ. റോളിംഗ് പ്ലാൻ 1978 മുതൽ 80 വരെയായിരുന്നു അതിന്റെ കാലാവധി. അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതായിരുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏഷ്യൻ ഡ്രാമ. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ എഴുതിയ വ്യക്തി, ഏഷ്യൻ ഡ്രാമ റിട്ടൺ ബൈ ഗുന്നർ മിർദയാൽ. അപ്പോൾ ഗുന്നർ മിർദയാൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഗുന്നർ മിർദയാൽ ആണ്. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇൻ ഇന്ത്യ, ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇൻ ഇന്ത്യയിലെ റോളിംഗ് പ്ലാന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായിയുമാണ്. അപ്പോൾ നമ്മൾ 1951 മുതൽ 1980 വരെ 30 വർഷക്കാലത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ 30 വർഷം പറയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം PSC ചോദിച്ച ഒരു ചോദ്യം മനസ്സിലാക്കണം. ഈ 1951 മുതൽ 1980 വരെ നമുക്കറിയാം, ഈ 30 വർഷക്കാലം ആവറേജ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ആവറേജ് വളർച്ച നിരക്ക്, ശരാശരി വളർച്ച നിരക്ക് എത്രയായിരുന്നു? അപ്പോൾ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഈ 30 വർഷക്കാലം എത്രയായിരുന്നു ചോദിച്ചാൽ അത് 3.5%, 3.5%. അപ്പോൾ ആവറേജ് ഗ്രോത്ത് റേറ്റ് 51-80, അത് 3.5%. ഇത് അറിയപ്പെട്ട പേര്, ഈ വളർച്ച നിരക്ക് അറിയപ്പെട്ട പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. അതായത് ഹിന്ദു വളർച്ചാ നിരക്ക് എന്നറിയപ്പെട്ട ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ഈ 3.5%. ഈ പദം ഉപയോഗിച്ച വ്യക്തി അല്ലെങ്കിൽ ഇതിനെ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് വിളിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് എഴുതാം
രാജ് കൃഷ്ണയുമാണ്. അപ്പോൾ ഓർമ്മിക്കുക 1951-80 ഓർമ്മിക്കുക. ഒന്നാമത്തെ പദ്ധതി തൊട്ട് ഈ റോളിംഗ് പ്ലാൻ അവസാനിക്കുന്നത് വരെയുള്ള 30 വർഷക്കാലം ആവറേജ് ഗ്രോത്ത് റേറ്റ് ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഇത് അറിയപ്പെട്ട പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹിന്ദു വളർച്ചാ നിരക്ക്. ആ പദം അങ്ങനെ ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എഴുതാം അത് രാജ് കൃഷ്ണയുമായിരുന്നു. അപ്പോൾ ഓർമ്മിക്കുക റോളിംഗ് പ്ലാൻ അതിന്റെ പീരീഡ് 1978-80 1978-80 അതിന്റെ ഒബ്ജക്റ്റീവ് ഗ്രോത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച. ആ ആശയം അതായത് റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട നോവൽ ദ നോവൽ വിച്ച് ഗീവ്സ് ക്ലിയർ ഐഡിയ അബൌട്ട് റോളിംഗ് പ്ലാൻ ഏഷ്യൻ ഡ്രാമ എഴുതിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഗുന്നർ മിർദയാൽ. ഏഷ്യൻ ഡ്രാമ എഴുതിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഗുന്നർ മിർദയാൽ. ദെൻ ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുന്നർ മിർദയാൽ. ഫാദർ ഓഫ് റോളിംഗ് പ്ലാൻ ഇൻ ഇന്ത്യയിൽ റോളിംഗ് പ്ലാന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി. അപ്പോൾ റോളിംഗ് പ്ലാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ആദ്യം മുതൽ 1951 മുതൽ 80 വരെയുള്ള ആവറേജ് ഗ്രോത്ത് റേറ്റ് ശരാശരി വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 3.5%. അത് അറിയപ്പെട്ട പേര് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ഹിന്ദു വളർച്ചാ നിരക്ക് എന്നറിയപ്പെട്ടു. ഈ 1951-80 വരെയുള്ള 3.5% ഹിന്ദു വളർച്ചാ നിരക്ക്. ആ പദം അങ്ങനെ ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം അത് രാജ് കൃഷ്ണ. ഇത്രയുമാണ് 1980 വരെയുള്ള കാര്യങ്ങൾ. ഇനി 1980 ആരംഭിച്ച 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 6ാം പദ്ധതിയിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് 6ാമത്തെ പഞ്ചവത്സര പദ്ധതി 6th 5-year പ്ലാൻ. 6th പ്ലാന്റെ ഒബ്ജക്റ്റീവ് 6th പ്ലാൻ അറിയപ്പെട്ട പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിയൻ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? ഗാന്ധിയൻ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരമാണ് 6th 5-year പ്ലാൻ. ഓക്കെ, 6th പ്ലാന്റെ എന്തായിരുന്നു അതറിയപ്പെട്ട പേര് ഗാന്ധിയൻ പദ്ധതി അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാൻ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഇത് 6th 5-year പ്ലാൻ. അതിന്റെ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ improve the primary sectors of agriculture and industries. 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 അതായത് കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അതായത് പ്രൈമറി സെക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അതായത് കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായ ലക്ഷ്യം. ഇനി ഇതിന്റെ ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.2%. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.2%, നേടിയത് 5.4%. ഗ്രോത്ത് റേറ്റ് ലക്ഷ്യം വെച്ചത് 5.2%, നേടിയത് 5.4%. ഗ്രോത്ത് റേറ്റ് ലക്ഷ്യം വെച്ചത് 5.2%, നേടിയത് 5.4%. 5.4%. ഒന്നുകൂടെ പറയാം, അറിയപ്പെട്ട പേര് ഗാന്ധിയൻ പ്ലാൻ എന്നായിരുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്നായിരുന്നു. ദെൻ ഇതിന്റെ കാലാവധി നമ്മൾ പറയാൻ വിട്ടുപോയി. അതിന്റെ കാലാവധി ഏതാണെന്ന് ചോദിച്ചാൽ 1980 മുതൽ 1985 വരെയാണ്. തുടങ്ങിയ മാസം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് ഏപ്രിൽ 1 അത് മാർച്ച് 31 തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോഴും ഏപ്രിൽ 1-ാം തീയതി ആയിരിക്കും, അവസാനിക്കുന്നത് ഒരു മാർച്ച് 30 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് ഏപ്രിൽ 1 ആയിരിക്കും എപ്പോഴും, അത് അവസാനിക്കുന്നത് മാർച്ച് 31 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അതിന്റെ പീരീഡ് ഒന്നുകൂടെ പറയാം. 1980 to 1985. 1980 ഏപ്രിൽ 1 to 1985 മാർച്ച് 31 അറിയപ്പെട്ടത് ഗാന്ധിയൻ പ്ലാൻ എന്നറിയപ്പെട്ടു. അതിന്റെ ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ട് ചെയ്തത് 5.2%. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ടഡ് 5.2%, അറ്റൈൻഡ് 5.4%. ഇനി ഈ സമയം നടപ്പിലാക്കിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1980 ഏപ്രിൽ 15 നമ്മൾ 4th പ്ലാൻ സമയത്ത് 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം പഠിച്ചു. ഈ സമയത്ത് സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. 1980 ഏപ്രിൽ 15 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ഈ ദിവസത്തിൽ എത്ര ബാങ്കാണ് ദേശസാൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ അത് 6 ബാങ്കുകൾ. എത്ര ബാങ്കാണ് ചോദിച്ചാൽ അത് 6 ബാങ്കുകൾ. 1-ാം ഘട്ടത്തിൽ അത് 14 ബാങ്കുകളായിരുന്നു. അപ്പോൾ 1-ാം ഘട്ടത്തില്
അത് നാലാം പദ്ധതിക്കാലത്ത് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. രണ്ടാം ഘട്ടത്തിൽ 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ടത്തില് 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഈ 6 ബാങ്കുകളുടെയും ക്യാപിറ്റൽ അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ അവരുടെ അസറ്റ് മൂലധനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 200 കോടി. രണ്ടാം ഘട്ടത്തിൽ അത് 200 കോടിയായിരുന്നു. എന്നാൽ ഒന്നാം ഘട്ടത്തിൽ അത് 50 കോടി. ഒന്നാം ഘട്ടത്തിൽ 50 കോടി ക്യാപിറ്റലുള്ള 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ 200 കോടി ക്യാപിറ്റലുള്ള 6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഈ രണ്ട് സമയത്തെയും പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ. ഒന്നാം ഘട്ട ദേശസാൽക്കരണ സമയത്തെയും രണ്ടാം ഘട്ട ദേശസാൽക്കരണ സമയത്തെയും പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരേ ഒരു ഉത്തരം അത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. ആ ഒരു കാര്യം ഇതോട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഒന്നാം ഘട്ടത്തില് 1969 ജൂലൈ 19 നാലാം പദ്ധതി കാലത്തായിരുന്നു. ആ സമയത്ത് 14 ബാങ്കുകൾ അവയുടെ ക്യാപിറ്റൽ 50 കോടിയായിരുന്നു. രണ്ടാം ഘട്ടത്തില് 1980 ഏപ്രിൽ 15 സെക്കൻഡ് ഫേസ് രണ്ടാം ഘട്ടത്തില് അത് 6 ബാങ്കുകൾ. ആ 6 ബാങ്കുകളുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അസറ്റ് എന്നറിയപ്പെടുന്നത് അത് 200 കോടിയായിരുന്നു. രണ്ട് സമയത്തെയും ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. അടുത്തതായി 1982 രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് എക്സിം ബാങ്ക്. എക്സിം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്കാണ് ഈ എക്സിം ബാങ്ക്. അതായത് ഇന്ത്യയിൽ വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്തെ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ബാങ്കാണ് ഈ എക്സിം ബാങ്ക്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് എന്നായിരുന്നു എക്സിം ബാങ്കിന്റെ ഫുൾ ഫോം. അത് 1982 രൂപം കൊണ്ടു എക്സിം ബാങ്ക്. ഇനി 1982 രൂപം കൊണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ബാങ്ക് 1982 ജൂലൈ 12 രൂപം കൊണ്ട മറ്റൊരു ബാങ്കാണ് നബാർഡിന്റെ ഫുൾ ഫോം നമുക്കറിയാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഒന്നുകൂടെ പറയാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓർമ്മിക്കുക, ഈ NA ഫോർ നാഷണൽ ആൻഡ് ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കൃഷിക്കും ഗ്രാമ വികസനത്തിന് വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ചൊരു ബാങ്കാണ് 1982 ജൂലൈ 15 ആരംഭിച്ച നബാർഡ്. നബാർഡിന്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം നബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അന്ന് നമുക്ക് ബാങ്കുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ദേശസാൽക്കരിച്ച ബാങ്കുകൾ, അവയുടെ പേര്, ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ നമുക്ക് വരുംകാലങ്ങളിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വച്ചിരിക്കുക. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൂടെ നമുക്ക് കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് PSCക്ക് ഈ ഒരു 5 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഓരോ PSC പരീക്ഷകൾക്കും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ചോദിച്ചാൽ ഇത് ഏത് പദ്ധതി കാലത്താണ്, ഈ പദ്ധതി അറിയപ്പെട്ട പേരെന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, 6ാം പദ്ധതി കാലാവധി 1980 ഏപ്രിൽ 1 മുതൽ 1985 മാർച്ച് 31. അറിയപ്പെട്ട പേര് ഗാന്ധിയൻ പ്ലാൻ. അതിന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 5.2%, അറ്റൈൻ ചെയ്തത് 5.4%. 1980 ഏപ്രിൽ 15 സെക്കൻഡ് ഫേസ് ബാങ്ക് നാഷണലൈസേഷൻ. 1982 എക്സിം ബാങ്ക് ഫോം ചെയ്തു. 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തു. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഇനി 6ാം പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട ചില സോഷ്യൽ വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് നോക്കാം. സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഡ്യൂറിംഗ് 6th പ്ലാൻ. ഒന്ന് DWCRA. അതിന്റെ ഫുൾ ഫോം ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ഉറപ്പുവരുന്ന പദ്ധതിയായിരുന്നു ഈ DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. അടുത്തായിട്ട് IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്ത്യയിലെ അംഗൻവാടികൾ രൂപം കൊള്ളാൻ കാരണമായ സാമൂഹ്യക്ഷേമ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് IRDP. The social welfare scheme leads to the formation of Anganwadis. അതാണ് IRDP, Integrated Rural Development Program. അടുത്തതായി NREP,
നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. റൂറൽ ഏരിയസിലുള്ള എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്നൊരു പദ്ധതി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അപ്പൊ മൂന്നെണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. അടുത്തത് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്ത NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അടുത്തുള്ളത് RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതായത് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർക്ക് നിശ്ചിത എണ്ണം തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി. അതായത് ഇത്ര ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ 4 സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ഒന്ന് DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 6th 5-year പ്ലാൻ 1980 to 1985, അത് അറിയപ്പെട്ടത് ഗാന്ധിയൻ പ്ലാൻ. അതിന്റെ ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ദ പ്രൈമറി സെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ടഡ് 5.2%, attained 5.4%. 1980 April 15 second phase bank nationalization. 1982 Exim Bank formation. 1982 July 12 NABARD formation. National Bank for Agriculture and Rural Development, headquarters Mumbai. Then social welfare schemes during 6th plan. First one DWCRA, development of women and children in rural areas. IRDP, integrated rural development program. Anganwadis form cheyan karanamaya social welfare scheme. NREP, national rural employment program. Then RLEGP, rural landless employment guarantee program. Rural landless employment guarantee program. 6 പദ്ധതി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇനി 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. അപ്പോൾ 7th 5-year plan. 7th പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത് 1985 to 1990, 1985 മുതൽ 1990 വരെ. 1985 മുതൽ 1990 വരെ. 1985 മുതൽ 1990 വരെ ആയിരുന്നു 7ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയുടെ 1985 1990 ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇംപ്രൂവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പ്രധാന ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് ജോബ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിരുന്നു 7ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 5%, നേടിയത് 6.01%. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ടഡ് 5% ആൻഡ് അറ്റൈൻഡ് 6.01%. ഇനി നടപ്പിലാക്കിയ കാര്യങ്ങൾ 1986 സ്പീഡ് പോസ്റ്റ് ഇംപ്ലിമെന്റഡ്. സ്പീഡ് പോസ്റ്റ് സിസ്റ്റം നടപ്പിലാക്കിയത് 1986. സ്പീഡ് പോസ്റ്റ് സിസ്റ്റം ഇംപ്ലിമെന്റഡ്. Then 1987 ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM, ഫസ്റ്റ് ATM in India, started in India during 7th plan. First ATM started in India during 7th 5-year plan. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ് ആരംഭിച്ച. ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ HSBC, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ. അടുത്തായി 1988 സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെബി. രൂപം കൊണ്ട വർഷമാണ് 1988. പക്ഷേ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് അത് 8ാം പദ്ധതിയിലാണ്, 92-ലാണ്. അപ്പോൾ സെബി രൂപം കൊള്ളുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1988 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. 7ാം പദ്ധതി 1985 മുതൽ 90 വരെ. 1985 ഏപ്രിൽ 1 മുതൽ 1990 മാർച്ച് 31 വരെ. അതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ടഡ് 5%, അറ്റൈൻഡ് 6.01%. Then 1986 speed post system implemented. 1987 first ATM started in India by HSBC. 1988 SEBI, Securities and Exchange Board of India formation. പ്രിയമുള്ള കൂട്ടുകാരെ, റോളിംഗ് പ്ലാൻ, 6ാം പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി, ഇത്രയും കാര്യങ്ങൾ, അതിനകത്തുള്ള വിവരങ്ങളാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് 7ാം പദ്ധതി വരെയുള്ള 1990 വരെയുള്ള 51 മുതൽ 90 വരെയുള്ള വിവരങ്ങൾ 4 വീഡിയോകളിലായിട്ടാണ് നാം മനസ്സിലാക്കിയത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ, ഓരോ മാർക്കും വിലപ്പെട്ടതാണ്, ഓരോ മാർക്കിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന ബോധ്യത്തോടെ നിങ്ങൾ പഠിക്കുക, കൃത്യമായി പഠിക്കുക. ഓരോ മാർക്കും നിങ്ങൾക്ക് കിട്ടട്ടെ, കിട്ടാൻ സർവീസ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണും വരെയും ഗുഡ് ബൈ.